പ്രവേശിച്ചു. ജോലിക്ക് പോകുമ്പോൾ മകളെ തന്റെ സഹോദരിമാരെ ഏൽപ്പിക്കുകയായിരുന്നു അവളുടെ പതിവ്. പ്രണയവിവാഹത്തിന്റെ പേരിൽ ജിഗ്നേഷിന്റെ കുടുംബവുമായി ചെറിയ അകൽച്ച ഉണ്ടായിരുന്നെങ്കിലും ജിഗ്നേഷ് ഇടയ്ക്കിടെ സഹോദരന്മാരോട് സംസാരിക്കാറുണ്ടായിരുന്നു. അവരോടുള്ള സ്നേഹം അവനിൽ എപ്പോഴും നിലനിന്നിരുന്നു. ഓസ്ട്രേലിയൻ സ്വപ്നവും മാറ്റങ്ങളും. 2024 ജൂൺ മാസം ജിഗ്നേഷിനെ പെട്ടെന്ന് കാണാതാകുന്നു. അവന്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ്. ദിവസങ്ങളോളം ഒരു വിവരവും ഇല്ലാതായപ്പോൾ ആശങ്കയോടെ ജ്യേഷ്ഠൻ അശോക് പ്രീതിയെ വിളിച്ചു. വളരെ ശാന്തതയോടെ അവൾ പറഞ്ഞു, ഞാൻ രണ്ടാമതും ഗർഭിണിയാണ്. കുട്ടികളുടെ ഭാവി ഓർത്ത് ജിഗ്നേഷ് ഓസ്ട്രേലിയയിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. അവന്റെ കോൺടാക്ട് നമ്പർ ചോദിച്ചപ്പോൾ അവൾ ന്യായങ്ങൾ നിരത്തി. അവിടെ പകലാകുമ്പോൾ ഇവിടെ രാത്രിയാണ്. മാത്രമല്ല, കമ്പനിയുടെ നിയമപ്രകാരം ജോലി സമയത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അവൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രമേ എനിക്കും സംസാരിക്കാൻ പറ്റാറുള്ളൂ. കുടുംബം അത് വിശ്വസിച്ചു. മാസങ്ങൾ കടന്നുപോയി. പ്രീതി രണ്ടാമതൊരു പെൺകുഞ്ഞിന് കൂടി ജന്മം നൽകി. എന്നാൽ അവളുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ, ഉയർന്ന ജീവിത നിലവാരം. ഓസ്ട്രേലിയയിൽ നിന്ന് ജിഗ്നേഷ് നല്ലൊരു തുക അയച്ചു കൊടുക്കുന്നുണ്ടാകും എന്ന് കരുതി ആർക്കും സംശയം തോന്നിയില്ല. പെർമനന്റ് റെസിഡൻസി കിട്ടാൻ 2 വർഷം എടുക്കുമെന്നും അത് കിട്ടിയാൽ